Hi everyone, I am Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. ഡോക്ടേഴ്സ് പെർഫോം എന്നാൽ ഇവിടെ നിർവഹിക്കുക എന്നുള്ള അർത്ഥമാണ്, ചെയ്യുക. സാധാരണയായിട്ട് പത്രങ്ങൾ തലക്കെട്ടുകൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുക. ഇവിടെ ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. ഡോക്ടേഴ്സ് പെർഫോംഡ്, ഡോക്ടർമാർ നടത്തി, നിർവഹിച്ചു. സർജറി, ശസ്ത്രക്രിയ. ഓൺ ബോയ്സ് പ്രൈവറ്റ് പാർട്ട് എന്നാൽ സ്വകാര്യ സ്ഥലം, ഇവിടെ ലൈംഗിക അവയവമാണ്. ഡോക്ടേഴ്സ് ശസ്ത്രക്രിയ നടത്തി, സ്വകാര്യ ഭാഗത്ത്. ഇൻസ്റ്റഡ് ഓഫ് എന്നാൽ പകരമായി. ഇസ് ഇഞ്ചേർഡ് ലെഗ്, അവൻ്റെ ഇഞ്ചേർഡ് ലെഗ് എന്നാൽ അവൻ്റെ പരിക്കേറ്റ കാലിന് പകരമായിട്ട് ആ സ്ഥാനത്ത് അതിന് പകരമായിട്ട് ആ ആൺകുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്തി. പേരൻസ്, മാതാപിതാക്കൾ. ലോഡ്ജ് കംപ്ലൈൻറ്റ് എന്നാൽ പരാതി നൽകുക എന്നാണ് അർത്ഥം. ഇവിടെയും ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ പേരൻസ് ലോഡ്ജ്ഡ് കംപ്ലൈൻറ്റ്, മാതാപിതാക്കൾ പരാതി നൽകി. പ്രോബ് എന്നാൽ അന്വേഷണം. പ്രോബ് ഓൺ എന്നാൽ അന്വേഷണത്തിലാണ്, ഈ കാര്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദ പേരൻസ് ഓഫ് എ 9-year-old ബോയ്, ഒരു 9 വയസ്സ് പ്രായമുള്ള ആൺകുട്ടിയുടെ മാതാപിതാക്കൾ. ഫ്രം ഷഹാപൂർ ഇൻ മഹാരാഷ്ട്രാസ് താനെ ഡിസ്ട്രിക്റ്റ്, ഈ ഷഹാപൂർ എന്നു പേരുള്ള ഈ മഹാരാഷ്ട്രയിലെ താനെ ഡിസ്ട്രിക്റ്റ് ഈ ജില്ലയിൽ നിന്നുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നുള്ള ആളുകളാണ്. ഹാവ് കംപ്ലൈൻറ്റ്, പരാതി നൽകി, പരാതിപ്പെട്ടു. ടു ദ പോലീസിനോട് പരാതിപ്പെട്ടു. ദാറ്റ് ഡോക്ടേഴ്സ് അറ്റ് എ ഗവൺമെൻറ് റൺ ഹോസ്പിറ്റൽ എന്നാൽ ഗവൺമെൻറ് നടത്തുന്ന ആശുപത്രിയിലെ ഡോക്ടർമാർ. റോങ്ലി എന്നാൽ തെറ്റായിക്കൊണ്ട്, അബദ്ധമായിക്കൊണ്ട്. പെർഫോംഡ് നിർവഹിച്ചു. എ സർജറി ഒരു ശസ്ത്രക്രിയ നിർവഹിച്ചു. ഓൺ ഹിസ് പ്രൈവറ്റ് പാർട്ട് അവൻ്റെ സ്വകാര്യ ഭാഗത്ത്. ഇൻസ്റ്റഡ് ഓഫ് എൻ ഇഞ്ചേർഡ് ലെഗ് പരിക്കേറ്റ കാലിന് പകരമായിട്ട് ആ കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് ഡോക്ടർമാർ ശസ്ത്രക്രിയ നടത്തി. ഈ ശസ്ത്രക്രിയ നടത്തി തെറ്റായിക്കൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ മാതാപിതാക്കൾ പരാതി നൽകി. ഫോളോവിങ് ദെയർ അലഗേഷൻ എന്നാൽ ആരോപണം. അവരുടെ ആരോപണത്തെ തുടർന്ന് എ ഹെൽത്ത് ഒഫീഷ്യൽ ആരോഗ്യ വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ. അഷ്വർ എന്നാൽ അർത്ഥം ദൃഢീകരിക്കുക, ഉറപ്പു നൽകുക, വിശ്വസിപ്പിക്കുക. ഇവിടെ അർത്ഥം ഉറപ്പു നൽകുക എന്നുള്ള അർത്ഥമാണ്. അഷ്വേർഡ് ഉറപ്പു നൽകി. ആൻ എൻക്വയറി ഒരു അന്വേഷണം ഉറപ്പു നൽകി. ഇൻ ടു ദ എപ്പിസോഡ് എന്നാൽ ഇവിടെ അർത്ഥം സംഭവം എന്നുള്ള അർത്ഥമാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താമെന്ന് ആരോഗ്യവകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥൻ ഉറപ്പു നൽകി. ആൻഡ് ദ പോലീസ് പറഞ്ഞു ദേ ആർ ക്യാരിയിങ് ഔട്ട് എ പ്രോബ്. ക്യാരി ഔട്ട് എന്നാൽ അർത്ഥം നിർവഹിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെ അന്വേഷിക്കുക എന്നുള്ള അർത്ഥം. പ്രോബ് എന്നാൽ അന്വേഷണം. പോലീസ് പറഞ്ഞു അവർ ഈ കാര്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദ മൈനേഴ്സ് പേരൻസ് ആ മൈനർ എന്നാൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയുടെ പേരൻസ് മാതാപിതാക്കൾ പറഞ്ഞു. ദ ബോയ് സഫേർഡ് എൻ ഇഞ്ചുറി ആ ആൺകുട്ടിക്ക് ഒരു പരിക്കേറ്റു. സഫേർഡ് എൻ ഇഞ്ചുറി എന്നൊരു പരിക്കേറ്റു. ഓൺ ഹിസ് ലെഗ് അവൻ്റെ കാലിൽ. വൈൽ എന്നാൽ അതിനിടയിൽ. ഹി വാസ് പ്ലേയിങ് അവൻ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വിത്ത് ഹിസ് ഫ്രണ്ട്സ് അവൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ. ലാസ്റ്റ് മന്ത് കഴിഞ്ഞ മാസം അവൻ അവൻ്റെ സുഹൃത്തുക്കളുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിൽ അവൻ്റെ കാലിന് പരിക്കേറ്റു. ഹി വാസ് അഡ്മിറ്റഡ് ടു ദ സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റൽ അവൻ സബ് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡായി. അവൻ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കപ്പെട്ടു. ഇൻ ഷഹാപൂരിലെ ഹോസ്പിറ്റലിൽ. ഓൺ ജൂൺ 15 ആൻഡ് വാസ് അണ്ടർഗോയിങ് ട്രീറ്റ്മെൻറ്റ് അവൻ ചികിത്സയിലായിരുന്നു. ദ ഡോക്ടേഴ്സ് റീസെൻ്റ്ലി എന്നാൽ അടുത്ത കാലത്തായി ഡോക്ടർമാർ പെർഫോംഡ് നിർവഹിച്ചു. എ സർക്കുംസിഷൻ എന്നാൽ അർത്ഥം സുന്നത്ത് കർമ്മം. ഇവിടെ അർത്ഥം അതല്ല, ഇവിടെ
ശസ്ത്രക്രിയ ചെയ്യുക എന്നുള്ള അർത്ഥമാണ്. ഒരു രോഗത്തിന് വേണ്ടിയിട്ടുള്ള ശസ്ത്രക്രിയയാണ് ഉദ്ദേശിക്കുന്നത്. സർക്കുംസിഷൻ സർജറി അത് നിർവഹിച്ചു. ഓൺ ഹിസ് പ്രൈവറ്റ് പാർട്ട് അവൻ്റെ സ്വകാര്യ ഭാഗത്ത്. ഇൻസ്റ്റഡ് ഓഫ് ദ ഇൻജോർഡ് ലെഗ് പരിക്കേറ്റ കാലിന് പകരമായിട്ട് ആ സ്ഥാനത്ത് അത് ചെയ്യുന്നതിന് പകരമായിട്ട് ഈ സർജറി നിർവഹിച്ചു. ലേറ്റർ പിന്നീട്. ആഫ്റ്റർ റിയലൈസിങ് ദയർ ഗൂഫ് അപ്പ്. റിയലൈസിങ് എന്നാൽ ബോധ്യമാകൽ. ഗൂഫ് അപ്പ് എന്നാൽ ഇവിടെ അർത്ഥം ഒരു തെറ്റായ പ്രവൃത്തിയിൽ ഏർപ്പെടുക, അതായത് ഒരു വിഡ്ഢിത്തം കൊണ്ട് മണ്ടൻ പ്രവൃത്തിയിൽ ഏർപ്പെടുക, ഇതാണ് അർത്ഥം. ആഫ്റ്റർ റിയലൈസിങ് ദെയർ ഗൂഫ് അപ്പ് അവരുടെ വിഡ്ഢിത്തം മനസ്സിലായതിനു ശേഷം, അവരുടെ പിശക് മനസ്സിലായതിനു ശേഷം. ദ ഡോക്ടേഴ്സ് കോണ്ടക്ട് എന്നാൽ നിർവഹിക്കുക എന്നുള്ള അർത്ഥമാണ്. കോണ്ടക്റ്റഡ് നിർവഹിച്ചു എ സർജറി ഒരു ശസ്ത്രക്രിയ ഓൺ ഹിസ് ഇൻജോർഡ് ലെഗ് അവൻ്റെ പരിക്കേറ്റ കാലിൽ. സൂൺ ആഫ്റ്റർവേഡ്സ് എന്നാൽ പിന്നീട്. ഡോക്ടേഴ്സിന് അവരുടെ പിശക് മനസ്സിലാകുന്നു, അതിനു ശേഷം അവർ ആ പരിക്കേറ്റ കാലിൽ ശസ്ത്രക്രിയ നടത്തി. സൂൺ ആഫ്റ്റർവേഡ്സ് എന്നാൽ പിന്നീട് പെട്ടെന്ന് തന്നെ എന്നുള്ള അർത്ഥമാണ്. ദേ ടോൾഡ് റിപ്പോർട്ടേഴ്സ് അവർ റിപ്പോർട്ടേഴ്സിനോട് പറഞ്ഞു. ദ പേരൻസ് ഓൾസോ ലോഡ്ജ്ഡ് എ കംപ്ലൈൻറ്റ് വിത്ത് ദ ഷഹാപൂർ പോലീസ് മാതാപിതാക്കൾ ഈ ഷഹാപൂർ പോലീസിലും ഒരു പരാതി നൽകിയിട്ടുണ്ട്. ഓൾദോ എങ്കിലും. നോ കേസ് ഹാസ് ബീൻ രജിസ്റ്റേർഡ് സോ ഫാർ ഇൻ ദിസ് കണക്ഷൻ. ഇൻ ദിസ് കണക്ഷൻ എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് എന്നാണ് അർത്ഥം. സോ ഫാർ എന്നാൽ ഇതുവരെ ഒരു കേസ് പോലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടിട്ട് രേഖപ്പെടുത്തിയിട്ടില്ല. ഷഹാപൂർ പോലീസിലും ഒരു പരാതി നൽകിയിട്ടുണ്ട് എങ്കിലും ഇതുവരെയായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി പോലും രേഖപ്പെടുത്തിയിട്ടില്ല. എ പോലീസ് ഒഫീഷ്യൽ സെഡ് ദാറ്റ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. എ പ്രോബ് ഇൻ ടു ദ കംപ്ലൈൻറ്റ് വാസ് അണ്ടർവേ എന്നാൽ ഇവിടെ അന്വേഷണത്തിലാണ് എന്നുള്ള അർത്ഥമാണ്. പ്രോബ് എന്നാൽ അന്വേഷണം. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഈ പരാതി അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, അന്വേഷണത്തിലാണ്. ഡിസ്ട്രിക്ട് സിവിൽ സർജൻ ഡോക്ടർ കൈലാസ് പവാർ സെഡ് ഇദ്ദേഹം പവാർ എന്നു പേരുള്ള ഡോക്ടർ സെഡ് പറഞ്ഞു. ദ ഹെൽത്ത് അതോറിറ്റീസ് ആരോഗ്യമേഖലയിൽ ജോലി ചെയ്യുന്നവർ അധികാരികൾ വിൽ കോണ്ടക്ട് നടത്തും ആൻ എൻക്വയറി ഒരു അന്വേഷണം ഇൻ ടു ദ അലഗേഷൻ ഈ ആരോപണങ്ങളിൽ ഇതിൽ സത്യമുണ്ടോ എന്താണ് എന്നുള്ളത് ഹെൽത്ത് അതോറിറ്റികൾ അന്വേഷിക്കുമെന്ന് ഈ ഡോക്ടർ കൈലാസ് പവാർ സെഡ് അദ്ദേഹം ഈ ഡോക്ടർ പറഞ്ഞു. മെഡിക്കൽ ഓഫീസർ അറ്റ് ദ ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓഫീസർ ഗജേന്ദ്ര പവാർ ഇദ്ദേഹം ടോൾഡ് റിപ്പോർട്ടേഴ്സിനോട് പറഞ്ഞു. ദാറ്റ് ബിസൈഡ്സ് എന്നാൽ കൂടാതെ എന്നാണ് അർത്ഥം. ബിസൈഡ് ഹിസ് ലെഗ് ഇഞ്ചുറി അവൻ്റെ കാലിൻ്റെ പരിക്ക് കൂടാതെ. ദ ബോയ് ഓൾസോ ഹാഡ് ആ ആൺകുട്ടിക്ക് ഉണ്ടായിരുന്നു, ഇതും കൂടെ ഉണ്ടായിരുന്നു. എ പ്രോബ്ലം ഓഫ് ഫൈമോസിസ് ടൈറ്റ് ഫോർ സ്കിൻ ഈ അസുഖം എന്തെന്ന് വെച്ചാൽ ലിംഗത്തിൻ്റെ അഗ്രചർമ്മം പുറകോട്ട് പോകാനുള്ള ബുദ്ധിമുട്ട്. ഈ അസുഖത്തിൻ്റെ പേരാണ് ഫൈമോസിസ്. ഈ അസുഖവും ഈ ആൺകുട്ടിക്ക് ഉണ്ടായിരുന്നു. വി ഹാഡ് ടു ക്യാരി ഔട്ട് ഞങ്ങൾക്ക് നടത്തേണ്ടി വന്നു, നിർവഹിക്കേണ്ടി വന്നു. ഹാഡ് ടു എന്നുള്ളത് ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നു അല്ലെങ്കിൽ ഒരു പ്രവൃത്തി ചെയ്യേണ്ടതുണ്ടായിരുന്നു എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്നതാണ്. വി ഹാഡ് ടു ക്യാരി ഔട്ട് ഞങ്ങൾക്ക് നിർവഹിക്കേണ്ടി വന്നു, അതല്ലെങ്കിൽ നിർവഹിക്കേണ്ടതുണ്ടായിരുന്നു. 2 ഓപ്പറേഷൻസ് 2 ശസ്ത്രക്രിയകൾ. ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ആസ് റിഗാർഡ്സ് ഇൻഫോമിംഗ് ദ പേരൻസ് അബൌട്ട് ദ സെക്കൻഡ് ഓപ്പറേഷൻ രണ്ടാമത്തെ ശസ്ത്രക്രിയയെക്കുറിച്ച് അതിനെ സംബന്ധിച്ച് എന്താണ് മാതാപിതാക്കളെ അറിയിച്ചത്? ഹി സെഡ് അദ്ദേഹം പറഞ്ഞു. ദ ഡോക്ടേഴ്സ് മൈറ്റ് ഹാവ് ഫോർഗോട്ടൺ ഫോർഗെറ്റ് എന്നതിൻ്റെ മൂന്നാമത്തെ രൂപമാണ് ഫോർഗോട്ട്. ഫോർഗെറ്റ് മറക്കുക, ഫോർഗോട്ടൺ മറന്നു. ഡോക്ടേഴ്സ് മൈറ്റ് ഹാവ് ഫോർഗോട്ടൺ ഡോക്ടർമാർ മറന്നതായിരിക്കാം. ടു ടെൽ ദം അവരോട് പറയാൻ, മാതാപിതാക്കളോട് പറയാൻ ഡോക്ടർമാർ മറന്നു പോയതായിരിക്കാം. ഓർ അതല്ലെങ്കിൽ ദേ മൈറ്റ് ഹാവ് ടോൾഡ് അവർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം ദ അതർ റിലേറ്റീവ്സ് ഓഫ് ദ പേഷ്യൻറ്റ്
രോഗിയുടെ മറ്റുള്ള ബന്ധുക്കളോടോ അതല്ലെങ്കിൽ ഡോക്ടർമാർ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ അവർ മറന്നു പോയതായിരിക്കാം. ഈ മുതിർന്ന ഡോക്ടർ പറഞ്ഞു. വാട്ട് ദ ഡോക്ടേഴ്സ് ഡിഡ്. ഡോക്ടർമാർ എന്താണോ ചെയ്തത്, അതാണ് അർത്ഥം. വാട്ട് ദ ഡോക്ടേഴ്സ് ഡിഡ്. ഡോക്ടർമാർ എന്താണോ ചെയ്തത് വാസ് റൈറ്റ്, അത് ശരിയായിരുന്നു. ഡോക്ടർമാർ ചെയ്തത് ശരിയാണ്. ആൻഡ് ദർ വാസ് നത്തിങ് റോങ് ഇൻ ഇറ്റ്. ദർ വാസ് നത്തിങ് എന്നുള്ള അർത്ഥം ഒന്നുമില്ല എന്നുള്ള അർത്ഥം. റോങ് തെറ്റായിട്ട് അതിൽ ഒന്നുമില്ല. ഡോക്ടർമാർ എന്താണോ ചെയ്തത് അത് ശരിയാണ്, ശരിയായിട്ടുള്ള കാര്യമാണ് അവർ ചെയ്തത്, അതിൽ തെറ്റായിട്ട് ഒന്നുമില്ല. പക്ഷേ ദ പേരൻസ് മാതാപിതാക്കൾ റിഫ്യൂസ്ഡ് നിരസിച്ചു ടു അക്സെപ്റ്റ് എന്നാൽ സ്വീകരിക്കുക, സമ്മതിക്കുക. പക്ഷേ മാതാപിതാക്കൾ ഇത് സമ്മതിക്കാൻ, വിശ്വസിക്കാൻ വിസമ്മതിച്ചു. റിഫ്യൂസ്ഡ് എന്നാൽ വിസമ്മതിച്ചു, നിരസിച്ചു. ടു അക്സെപ്റ്റ് സ്വീകരിക്കാൻ, ഈ പറഞ്ഞത് അംഗീകരിക്കാൻ അവർ നിരസിച്ചു. ദ എക്സ്പ്ലനേഷൻ ഗിവൺ ബൈ ദ ഡോക്ടേഴ്സ്. പവാർ പറഞ്ഞു. എക്സ്പ്ലനേഷൻ ഗിവൺ ബൈ ദ ഡോക്ടേഴ്സ്. ഡോക്ടർമാർ നൽകിയ വിശദീകരണം അത് സ്വീകരിക്കാൻ മാതാപിതാക്കൾ വിമുഖത കാണിച്ചു, അവർ അത് നിരസിച്ചു. ഓൺ ദ സെയിം ഡേ, അതേ ദിവസം തന്നെ, 2 പേഷ്യൻസ് 2 രോഗികൾ ഫ്രം ദ സെയിം ഏജ് ഗ്രൂപ്പ്, അതേ പ്രായ ഗ്രൂപ്പിൽപ്പെട്ട, അതേ വിഭാഗത്തിൽപ്പെട്ട 2 രോഗികൾ അണ്ടർവെൻറ്റ് സർജറി ശസ്ത്രക്രിയക്ക് വിധേയമായി അറ്റ് ദ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ അന്നേ ദിവസം തന്നെ അതേ പ്രായത്തിലുള്ള 2 രോഗികൾ ശസ്ത്രക്രിയക്ക് വിധേയമായി. ഡോക്ടർമാർ പറഞ്ഞു.